അംഗൻവാടി ജീവനക്കാരെ ഇനി സമരത്തിലേക്ക് ഇറങ്ങുന്നു എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ആശാ വർക്കർമാരാണെങ്കിലും ഒരു 30 ദിവസത്തിനധികമായിട്ട് അവരിപ്പോൾ സമരത്തിലാണ്. സെക്രട്ടേറിയറ്റിന് മുമ്പിൽ രാപ്പകലില്ലാതെ അവർ സമരം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവരുടെ ഒരു നീതിക്ക് വേണ്ടിയുള്ളൊരു സമരമാണ്. അപ്പോൾ അധികൃതർ അത് കണ്ടില്ല എന്ന് നടിക്കുന്ന ഒരു വിഭാഗമുണ്ട്. പക്ഷേ കേന്ദ്രത്തിൽ നിന്നാണെങ്കിലും ഇപ്പോൾ സുരേഷ് ഗോപി ആണെങ്കിലും ഒക്കെ അതിനകത്ത് വന്നിട്ട് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്ന അവർക്കൊരു പ്രോത്സാഹനം എന്നുള്ള രീതിയിലൊക്കെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഇതിനു മുമ്പേ ഇപ്പം നമ്മുടെ CPM ആണെങ്കിലും തന്നെ സംസ്ഥാന കമ്മിറ്റി ഇപ്പോൾ ഇതിന് കൊല്ലത്ത് സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ സംസ്ഥാന സമ്മേളനത്തിൽ തന്നെ അവർക്കൊരു ആശങ്ക ഈ ഒരു ആശാ വർക്കർമാരുടെ കാര്യത്തിലുണ്ട്. കാരണം അത് ഇത്രയും ദിവസമായി നീണ്ടു പോവുകയാണ്. അപ്പോൾ അവർക്കൊരു ആശങ്ക എന്ന് പറയുന്നത് ഇനി അംഗൻവാടി ജീവനക്കാരും കൂടെ ഈ സമരത്തിലേക്ക് പോകാൻ ചാൻസ് ഉണ്ടെന്ന് അവർക്ക് മുൻകൂട്ടി അറിയാം. അപ്പോൾ അവരുടെ അവസ്ഥ ഇവർക്ക് നേരത്തെ കൂട്ടി അറിയുന്നത് കൊണ്ട് തന്നെ ഇങ്ങനൊരു ചാൻസ് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഇനി അവരൊരു സമരത്തിലേക്ക് പോവുകയാണ്. ഇതേപോലെ തന്നെ ഇപ്പോൾ ആശാ വർക്കർമാരെ പോലെ തന്നെ ന്യായമായൊരു ശമ്പളം വേതനം വേണമെന്നുള്ളൊരു ആവശ്യം കൊണ്ടാണ് ഇപ്പോൾ ഇവർ സമരത്തിലേക്ക് ഇറങ്ങുന്നത്. അങ്ങനെ ആശാ വർക്കർക്ക് പുറമെ അംഗനവാടി ടീച്ചേഴ്സും അല്ലെങ്കിൽ അംഗനവാടിയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരും കൂടെ സമരത്തിലേക്ക് ഇറങ്ങാൻ പോവുകയാണ്. അപ്പോൾ ഇതേപോലെ തന്നെ ഇപ്പോൾ ആശാ വർക്കർമാരെന്ന് പറയുമ്പോഴും അവരുടെ ജോലി എന്ന് പറയുന്നതും അവർക്കൊരു അവരത്രയും ഒരു സേവനം എന്നുള്ള രീതിക്കാണ് ആ ഒരു ജോലി. ആദ്യമൊക്കെ കുറച്ചു കാലം മുമ്പാണെങ്കിലും തന്നെ ഈ ഒരു ജോലിക്ക് പ്രത്യേക വേതനം ഒന്നും ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല ആശാ വർക്കർമാർക്കാണെങ്കിലും. അതൊരു സേവനമായിട്ട് അല്ലെങ്കിൽ നമ്മൾ സമൂഹത്തിന് ചെയ്യുന്ന ഒരു സേവനമായിട്ട് മാത്രം കാണുന്ന ഒരു സാഹചര്യമായിരുന്നു. പിന്നീടാണ് അതിനൊരു തുച്ഛമായ ഒരു വരുമാനം എന്നുള്ളത് തന്നെ നമ്മൾ പറയേണ്ടിയിരിക്കുന്നു കിട്ടി തുടങ്ങിയത്.